ഹായ്, ഞാൻ ആജിയ. അപ്പം ഞാനിപ്പോൾ +1 ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ +1 എടുത്ത വിഷയം സയൻസാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും. സയൻസിൽ നമുക്ക് അറിയാമല്ലോ, അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് എക്സാമിന് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലോണം ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഫൈനൽ എക്സാമിന് അത്രയും ഫൈനൽ എക്സാമിന് വരുന്ന പകുതിയോളം പകുതിയല്ല, മൊത്തത്തിലുള്ള ചാപ്റ്റേഴ്സ് നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു 2 ചാപ്റ്റേഴ്സൊക്കെയാണ് നമുക്ക് ബാക്കി വരുന്നത്, അതായത് ഫൈനൽ എക്സാമിലേക്ക് നമുക്ക് ബാക്കി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ച് തീർത്തില്ലെങ്കിൽ നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്കത് മൊത്തത്തിൽ തീർക്കാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ കുറേ ആൾ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷം പഠിക്കാൻ തുടങ്ങിയവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഈ മാസം ഒരു 10-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ക്രിസ്മസ് എക്സാമിനായിട്ട് നമ്മളെ ലാംഗ്വേജസ് കൂട്ടാതെ നമുക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജിയിൽ ബോട്ടണി, സുവോളജി, അത് ബയോളജി തന്നെയാണ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിലത്തെ ചാപ്റ്റേഴ്സൊക്കെ കൂട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഏകദേശം 45 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 45 ചാപ്റ്റേഴ്സും നമുക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും തീർക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഡിസംബർ 15-ാം തീയതിയാണ്. 15 മുതൽ 23 വരെയാണ് നമുക്ക് എക്സാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് തീർന്നിട്ടുണ്ട്. പഠിച്ച് തീർന്നു വെച്ചാൽ നല്ല വൃത്തിക്ക് പഠിച്ചതെന്നല്ല, നമുക്ക് ഏകദേശം ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഐഡിയ കിട്ടണമല്ലോ. ഇപ്പോൾ നമ്മൾ എക്സാമിന് തലേദിവസം എടുത്ത് ഈ ചാപ്റ്റേഴ്സൊക്കെ നോക്കുക വെച്ചാൽ നമുക്ക് ശരിയാകത്തില്ല. ജസ്റ്റ് വായിച്ചു പോയാലും നമുക്ക് അത്ര മനസ്സിലാവില്ല. നമ്മൾ ജസ്റ്റ് നല്ല ഒരു ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും, ആ ഒരു ചാപ്റ്ററിൽ എന്താണ് നമുക്ക് പറയുന്നുള്ളതെന്ന്. അപ്പോൾ നമുക്ക് തലേ ദിവസം ഇരുന്നാൽ ഇത്ര ചാപ്റ്റേഴ്സൊന്നും തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ കുറച്ച് ഒന്ന് മനസ്സിലാക്കി പോയിട്ട് നമുക്ക് എക്സാമിൻ്റെ ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ റിവിഷനും ചെയ്യാം, അതേപോലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ള സമയങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പഠിക്കുന്നതിൻ്റെയൊക്കെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യണം. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ ചാപ്റ്റർ വീതമാണ് ഞാൻ തീർക്കൽ. അതായത് ഓരോ സബ്ജക്റ്റിലേക്കും ഒരു ചാപ്റ്റർ വീതം. അപ്പോൾ ഇന്നലെ ഞാൻ ഫിസിക്സിലത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കെമിസ്ട്രിയിലത്തെ ഒരു ചാപ്റ്റർ പഠിക്കും. ഞാൻ ക്ലാസ് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കൽ. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ക്ലാസ് കണ്ടിട്ടാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ഓരോരുത്തർക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് വായിച്ചാലും ഓരോ രീതി, നോട്ട്സ് വായിച്ചാലും മനസ്സിലാകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ രീതി അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. ആ ചാപ്റ്റേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിക്കൽ. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ചാപ്റ്റർ വീതം. അപ്പോൾ നമുക്ക് 5 ദിവസത്തിൽ 5 ചാപ്റ്റേഴ്സ് തീരും. പിന്നെ അതേപോലെ പിന്നെന്താ, ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ ഇങ്ങനെ ഓർഡറിലല്ല ഞാൻ പഠിക്കൽ വെച്ചാൽ ഇങ്ങനെ ചാപ്റ്റേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും, പിന്നെ അതുപോലെ നമുക്ക് വെയിറ്റേജ് ഉണ്ടാവുമല്ലോ ഓരോ ചാപ്റ്റേഴ്സിനും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ പഠിച്ചു പോകൽ. അങ്ങനെ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടല്ല ഞാൻ പഠിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. വെയിറ്റേജിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ വെയിറ്റേജ്. അപ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പഠിച്ച് തുടങ്ങാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നേരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഓർഡറിൽ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അതിൽ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഒന്നും ചിലപ്പോൾ നോക്കാനേ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ പിന്നെ ശനിയും ഞായറും, അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് സ്കൂളുണ്ടാവാറില്ല. പിന്നെ ചില ശനിയാഴ്ചകളിൽ നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടാകുന്ന
സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് ചില പോകാത്തവരൊക്കെ ഉണ്ടാവും സ്പെഷ്യൽ ക്ലാസ്സിന്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്ക് ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ എങ്ങനെ പഠിക്കൽ വെച്ചാൽ 2 ചാപ്റ്റേഴ്സ് വീതം 6 ദിവസം പഠിക്കും. അങ്ങനെയാണ് പഠിക്കൽ. കാരണം നമുക്ക് ലീവാണല്ലോ. മറ്റു ദിവസങ്ങളിൽ നമുക്ക് സ്കൂളുണ്ടോണ്ട് നമുക്ക് ഒരു ചാപ്റ്ററേ തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ 2 ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ 2 ചാപ്റ്റേഴ്സ് വീതമാണ് ഞാൻ പഠിക്കൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ തന്നെ നമുക്കൊരു 50 ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. അത് നമ്മൾ തീർക്കണം എന്നെങ്കാണ് നമുക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും ഏകദേശമൊക്കെ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. മൊത്തത്തിലല്ല, വൃത്തിക്കാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് സമയം തൊട്ട് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇതുവരെ പഠിക്കാതിരിക്കുന്നവർക്കാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ തുടങ്ങുന്നവർക്ക് നിങ്ങളനുസരിച്ചിട്ട് ഇതിൻ്റെ ടൈം നമ്മളൊക്കെ മാറ്റാം. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഓൺ എക്സാമിന് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പഠിച്ചിട്ടില്ല. അത് നമുക്ക് ലാസ്റ്റ് പഠിച്ചാലും മതി. കാരണം നമുക്കിപ്പോൾ വരുന്ന ചാപ്റ്റേഴ്സിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും. ഓൺ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സൊന്നും ഉണ്ടാവും. എന്തെങ്കിലും പുതിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തീർത്തെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ആ ഒരു എക്സാം ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ തീർക്കുന്നുള്ളത്. വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഞാൻ പഠിച്ചു പോകുന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബയോളജിയിലത്തെ ഒരു ചാപ്റ്റർ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് 2 ക്ലാസ് ചെയ്തു, 2 ചാപ്റ്റേഴ്സ് ഇന്ന് തീർക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പറഞ്ഞ രീതിക്ക് നിങ്ങളെ ടൈം ടേബിൾ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട് അതനുസരിച്ചിട്ട് ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഇത് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു പോകാതെ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. മാത്സിലൊക്കെ നമ്മൾ NCERT തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. കെമിസ്ട്രിയിലും നല്ല ക്വസ്റ്റ്യൻസാണ് കെമിസ്ട്രിയിലുള്ളത്, NCERT ക്വസ്റ്റ്യൻസ്. അതല്ലാതെ നമുക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ആ ഒരു ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ട് നമുക്ക് കിട്ടും, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും നമുക്ക് ചെയ്ത് നോക്കാം. ഞാനങ്ങനെയാണ് ചെയ്യൽ. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കലാണ് അതായത് ചാപ്റ്റേഴ്സിൻ്റെ. ഇപ്പം ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ചെയ്തെന്നല്ല, ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കുറേ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്നുള്ളത്. നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത്ര ചാപ്റ്റേഴ്സ് തീരും. പക്ഷേ ലാംഗ്വേജസ് നമുക്ക് അവിടെ ബാക്കിയുണ്ട്. ഇംഗ്ലീഷും പിന്നെ ആ സെക്കൻഡ് ലാംഗ്വേജ് ഏത് സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റുണ്ട്. അപ്പോൾ ഇംഗ്ലീഷാണ് പിന്നെയുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ചാപ്റ്ററാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷും പഠിച്ചു പോവുക. ഇംഗ്ലീഷ് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ തന്നെ കഥയൊക്കെ മനസ്സിലാക്കിയാലും നമ്മളെ രീതിയിലങ്ങ് എഴുതാലും. അപ്പോൾ അത് ഇടയിലൊക്കെ പഠിച്ചു പോവുക. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. എനിക്കും ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ 5ാം ക്ലാസ് മുതൽ 10 വരെ ഞാൻ 1ാം ക്ലാസ് മുതൽ 10 വരെ ഞാൻ മലയാളം മീഡിയം തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അല്ല ഞാൻ പഠിച്ചത്. അപ്പം എനിക്കും +1 ഫസ്റ്റ് എത്തിയപാട് എനിക്ക് ഇതൊന്നും ആ ഒരു ട്രാക്കിലേക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും ഓൺ എക്സാമിന് നല്ലോണം മാർക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടായിന്. കാരണം നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും, ഓരോ ടേംസും. ഇപ്പോൾ ബയോളജിയിൽ തന്നെയാണ് കുറേ എന്തൊക്കെ ടേംസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് പിന്നെയും കുറച്ചും കൂടി അത് പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ നമുക്കും പറ്റും, നന്നായിട്ട് ശ്രമിച്ചാൽ മതി. അങ്ങനെ പിന്നെ എന്താ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിക്കൽ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ, ഏകദേശം എത്ര ചാപ്റ്റേഴ്സൊക്കെ തീർത്തു എന്നെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു ചെറിയൊരു ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ പഠിക്കുന്ന രീതി. നിങ്ങളെങ്ങനെയാണ് പഠിക്കലെന്ന് എനിക്കറിയില്ല. ചിലവരൊക്കെ എക്സാമിന് മുമ്പ് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ +1 എത്തിയാൽ അത് നമുക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനും പഠിക്കലുണ്ട്, അതിന് അങ്ങനെയാണ് എക്സാമിന് പോയിരുന്നാകുമ്പോൾ ഇരുന്ന് പഠിക്കലുണ്ട്. പക്ഷേ അങ്ങനെ പഠിച്ചെങ്കിൽ +1 നമുക്ക്
അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒരു ചാപ്റ്റർ തന്നെ തീർക്കാൻ പറ്റാറില്ല ഒരു മുമ്പ് ഇരുന്നെങ്കിൽ, ഒരു ദിവസം മുമ്പ് ഇരുന്നെങ്കിൽ. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.